നിറയ്ക്കുമേ. ഈ മഹാവ്യാധിയും കൈയൊഴിഞ്ഞൻ കൈകളെ സ്നേഹമോടെ കരുതിയവൻ. കൈയൊഴിഞ്ഞൻ കൈകളെ സ്നേഹമോടെ കരുതിയവൻ. ആർദ്രമായ സ്നേഹമല്ലേ എന്നെ എന്നും നടത്തിയത്. ആർദ്രമായ സ്നേഹമല്ലേ എന്നെ എന്നും നടത്തിയത്. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. ടി വി പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ സെപ്റ്റംബർ 24 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം MDM ജൂബിലി ഹാൾ, തിരുമൂലപുരം. ടി വി പ്രേക്ഷക സംഗമം തൃശൂരിൽ സെപ്റ്റംബർ 25 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം കമ്മ്യൂണിറ്റി ഹാൾ, നെഹ്റു നഗർ, കുരിയച്ചിറ, തൃശൂർ. ടി വി പ്രേക്ഷക സംഗമം എറണാകുളത്ത് സെപ്റ്റംബർ 26 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം. കർത്താവിൻ്റെ വന്ദിനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്. അത്തി തളർക്കുമ്പോൾ നിങ്ങൾ കാലങ്ങളെക്കുറിച്ച് തിരിച്ചറിയുന്നു, എന്നാൽ ദൈവത്തിൻ്റെ സമയത്തെക്കുറിച്ച് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. ദൈവത്തിനും ചില സമയങ്ങളുണ്ട്. കർത്താവ് ചെയ്യുന്ന ചില കാര്യങ്ങൾക്കും ചില കാലങ്ങളുണ്ട്. എന്നാൽ ദൈവാത്മാവിനോടൊപ്പമായിരിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ദൈവരാജ്യത്തെ അനുഭവിക്കുന്ന ഒരാൾക്ക്, ദൈവത്തിൻ്റെ കാലത്തെ തിരിച്ചറിയാൻ കഴിയുന്നു, ആ സമയത്തെ തിരിച്ചറിയാൻ കഴിയുന്നു. കർത്താവ് എന്തോ വേഗത്തിൽ ചെയ്യുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇന്നത്തെ മെസ്സേജ് നിങ്ങളോട് സംസാരിക്കട്ടെ. നിങ്ങളുടെ ലൈഫിനോട് കർത്താവ് എന്താണ് ചെയ്യുന്നത്, നിങ്ങളെ ഏതു വിധത്തിലാണ് കർത്താവ് പണിതുകൊണ്ടിരിക്കുന്നത്, ദൈവത്തിൻ്റെ പണിപ്പുരയിലായിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണ്, ദൈവം എന്ത് ചെയ്യുന്നു, കർത്താവിൻ്റെ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ മെസ്സേജ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഒരു പ്രൊഫറ്റിക് വേർഡിലാണ് നമ്മളായിരിക്കുന്നത്. കർത്താവ് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കായും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മെസ്സേജിലേക്ക് പോകാം. സീസണെ അറിയാത്തവൻ വിത്തിനെ എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് കളയും. വിത്ത് ഫ്രിഡ്ജിൽ ഇരിക്കാനുള്ളതല്ല, സീസൺ സമയത്ത് വിതയ്ക്കാനുള്ളതാണ്. എന്റെ കൂടെ എത്തിയവർക്ക് ഒരു ഹല്ലേലൂയ പറയാം. സാഹചര്യങ്ങൾ കാണുമ്പോൾ വിചാരിച്ചോണം, അത്തി തെളിർക്കുമ്പോൾ വിചാരിച്ചോണം ഇന്ന സീസണാ വരുന്നതെന്ന്. ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ വിചാരിച്ചോണം, something is coming, it is very nearby, it is closer. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ഞാനൊരു കാര്യം പറയട്ടെ, അതാണ് എൻ്റെ ലക്ഷ്യസ്ഥാനമെങ്കിൽ ഞാനിങ്ങനെ നടന്ന് നടന്ന് അടുക്കുന്നത് എനിക്കറിയാം. ഒരു വ്യക്തി ഇന്നത് ചെയ്യാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമല്ല, അതൊരു തെളിവാണ് ഞാൻ നിന്നെക്കുറിച്ച് ചിലത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാനിഫെസ്റ്റഡ് ആകുകയാ. ഇന്ന് നിങ്ങൾ രാവിലെ കൊല്ലത്തൊന്ന് വരണമായിരുന്നു. എനിക്ക് തോന്നുന്നു കൊല്ലത്ത് വന്ന എല്ലാ ആളുകളും എന്ത് ചെയ്യും തൊട്ടു. ഇന്ന് ഇതുപോലൊരു മീറ്റിംഗ് കൊല്ലത്ത് നടന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അസാധാരണമായിരുന്നു.
ദൈവം എന്തോ ചെയ്യുന്നത് തുടങ്ങി വെക്കുന്ന കാണാം. എൻ്റെ കൂടെ ഉണ്ടോ? ഞാനൊരു ദൂത് പറയട്ടെ. നിങ്ങൾ 1 ശമൂവേലിന്റെ 10-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കണം. അവിടെ എഴുതിയിരിക്കുക, ഈ അടയാളങ്ങൾ നിനക്ക് സംഭവിക്കുമ്പോൾ യുക്തമെന്ന് ചെയ്തു കൊള്ളുക, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ആരോട് പറഞ്ഞതാ? ശമൂവേൽ ശൗൽ എന്ന് പറയുന്ന രാജാവിനോട് പറഞ്ഞതാ. ശൗലിനെ ദൈവം ഇതാ ശമൂവേലിലൂടെ അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തിട്ട് പറഞ്ഞു, ഇനി നീ പോക്കോ, പോകുന്ന വഴിക്ക് ഞാൻ നിന്റെ മേൽ അഭിഷേകം ചെയ്തതിന് ചില തെളിവുകൾ ഞാൻ വെളിപ്പെടുത്തും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിക്കണം, ഒരു ആമേൻ പറയണം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ഒരു ആമേൻ പറയണം. ഒന്നാമത്തെ തെളിവ്, നീ വീട് വിട്ട് ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ നിനക്കൊരു കാര്യം കാണാം. നിന്റെ അപ്പൻ നീ പോകുന്ന വഴിക്ക് 2 ആളുകളെ കാണും. ആ 2 ആളുകൾ നിന്നെ കണ്ട ഉടനെ പറയാൻ പോകുന്നത്, നിന്റെ അപ്പൻ കഴുതുകളെ കുറിച്ചുള്ള വിചാരം കളഞ്ഞിട്ട് നിന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നു എന്ന് പറയാനിടയാകും. ശമൂവേലിരിക്കുന്ന പട്ടണത്തിൽ നിന്ന് താനായിരിക്കുന്ന പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുക. ശ്രദ്ധിച്ചോണേ, ശമൂവേലിരിക്കുന്ന പട്ടണത്തിൽ നിന്ന് താനായിരിക്കുന്ന പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുകയാ. എത്രയോ ആളുകൾ ആ മനുഷ്യനെ ഫേസ് ചെയ്യാം. പക്ഷേ അവൻ പറയുക, ഇന്ന സ്ഥലത്തെത്തുമ്പോ ഇങ്ങനെ 2 പേര് വരും, അവര് നിന്നോട് ഇങ്ങനെ പറയും. ആ പറയുമ്പോൾ വിചാരിച്ചോണം ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതാണെന്ന്. ദൈവം ഒരാളെ ഒരു കാര്യത്തിനായി നിയോഗിക്കുമ്പോ അയാളുടെ ഉള്ളിൽ ചില തെളിവുകൾ വെളിപ്പെട്ട് വരും. എന്റെ കൂടെ എത്തിയെങ്കിൽ നല്ല ആമേൻ പറ. ഞാൻ ഇനി നിങ്ങളോടാണ് ഞാൻ ഇതിൽ നിന്ന് ദൂത് പറയാൻ പോകുന്നത്. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തതിന്റെ ഒരു തെളിവ്, അത് നിന്റെ വീട്ടിൽ നിന്ന് ആരംഭിക്കും. കൈകളടിച്ചൂടെ ഹല്ലേലൂയ പറ. ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. ചിലരുടെ വീട്ടിൽ നിന്ന് ഈ രാത്രി മുതൽ ചില ചേഞ്ചുകൾ ഉണ്ടായി വരും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചിലത് ആരംഭിക്കും. നമ്മുടെ ചർച്ചിൽ ഏറ്റവും നല്ല സപ്പോർട്ടായി നിൽക്കുന്ന ഒരു സഹോദരനുണ്ട്, അശോകൻ ബ്രദർ. ഞാൻ അശോകൻ ബ്രദറിന് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പുറത്തിരിക്കുന്ന മോഹനൻ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അവരൊക്കെ തൂണുകളെ പോലെ ചർച്ചിന് ഉണ്ടായി വരട്ടെ, ചർച്ചിനെ താങ്ങുന്നവരായി എഴുന്നേറ്റ് വരട്ടെ. പക്ഷെ ഞാൻ അശോകൻ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്, കർത്താവേ തന്റെ വീടിനെ കൂടെ തൊടണം, തന്റെ വീടിനെ തൊടണം. ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത നിന്നെ മാത്രമല്ല, നിന്റെ വീടിനെ തൊട്ടുകളയും. ദൈവം നിന്റെ വീടിനെ തൊട്ടുകളയും. എനിക്ക് അതിനകത്ത് ഒത്തിരി ദൂത് പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഓടുക. നിന്നോടുള്ള ദൂത് ഈ പകൽ എടുക്കുന്നവരെടുത്തോണം. ജൂൺ ജൂലൈ നിന്റെ വീട് സന്ദർശിക്കപ്പെടും. നിങ്ങൾ അടുത്ത കാണണേ. അടുത്ത സംഭവം ശൗലിനോട് പറയുക. ശൗലിനോട് പറയുക, നീ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോ കുറച്ചു പേര് നിന്റെ മുമ്പിലേക്ക് വരും. അവരുടെ കയ്യിൽ വീഞ്ഞ് കാണും, അവരുടെ കയ്യിൽ അപ്പം കാണും. അവര് നിന്റെ കയ്യിൽ ചില അപ്പം നിനക്ക് കഴിക്കാനായി തരും. എന്നോട് സ്വർഗം പറഞ്ഞു ചോണേ, നോക്ക, ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് നിന്ന് നിനക്ക് പ്രൊവിഷൻ എഴുന്നേറ്റ് വരും. ആദ്യത്തെ ഇനിയും പറയുന്നത്, അടുത്ത ദൂതിലേക്ക് വരുന്നേക്കാൾ മുമ്പ് റിസീവ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഒന്ന്, നിന്റെ വീട്ടിനകത്തെ സാഹചര്യം മാറും. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ചിലതുണ്ടായി വരാനായി തുടങ്ങും. എന്റെ വീട്ടിലെ സാഹചര്യം പറയട്ടെ. എന്റെ മോൻ, എന്റെ മോള്, എന്റെ വൈഫ്, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കർത്താവിനെ കാണുകയും ഒരുമിച്ചിരുന്ന് കർത്താവിനെ കേൾക്കും കൂടെ ചെയ്യുക. ഞാനൊരു ദർശനം കാണുമ്പോൾ സോളി അവിടെ ഇരുന്ന് പറയും, അങ്ങനെയല്ല അയാൾ വസ്ത്രം ഇട്ടിരിക്കുന്നതെന്ന്. നിങ്ങൾ ആരെങ്കിലും കൂടെ ഉണ്ടോ? ഞാനൊരു കാര്യം കാണുമ്പോൾ അന്റെ മോൾ അപ്പുറത്തിരുന്ന് ചോദിക്കും, അപ്പ ആ വേഷം അയാളുടെ വേഷം ഇങ്ങനെയല്ലെന്ന് ചോദിക്കും. നിങ്ങളുടെ വീടിനകത്ത് ഇളക്കം ഉണ്ടാവും.
അതോടൊപ്പം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ഥലത്ത് നിന്ന് പ്രൊവിഷൻസ് ഉണ്ടായി വരും. ഇനി ഞാൻ പറയുന്ന ദൂത ഏറ്റെടുത്തോണം. ഇനി ഞാൻ പറയാൻ പോകുന്ന ഭയങ്കര കാര്യമാണ്. ഇത് രണ്ട് കാര്യം കഴിഞ്ഞു കഴിയുമ്പോ അടുത്ത് പറയുന്ന ഒരു വാചകം, അതിനുശേഷം ഫിലിസ്ത്യരുടെ പട്ടാളമുള്ള ദേവഗിരിയിൽ നീ ചെല്ലും. അവിടെ പട്ടണത്തിൽ കടക്കുമ്പോൾ ഇത് രണ്ട് അടയാളം കഴിഞ്ഞിട്ട് അടുത്തൊരു പോസ്റ്റിലേക്ക് നീ വരും. സഭ വരും. ഇതിന് ചുറ്റും അടയാളങ്ങൾ വെളിപ്പെടുമ്പോ സഭയോട് കർത്താവിന് പറയാനുള്ള അടുത്തൊരു സ്ഥലമുണ്ട്. അടുത്ത വാചകം, അവിടെ ഒരു കൂട്ടം പ്രവാചകന്മാർ നിന്റെ അടുക്കലേക്ക് കടന്നു വരും. വീണ, തപ്പ്, കുഴൽ, കിന്നരം എന്നിവയോട് കൂടെ പൂജാഗിരിയിൽ നിറങ്ങി വരുന്ന ഒരു പ്രവാചകണത്തെ കാണും. ഈ രണ്ട് അടയാളം കഴിഞ്ഞു കഴിയുമ്പോ നിന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, നിന്നെ ഒരു മിനിസ്ട്രിയുടെ കൂട്ടത്തിലാക്കാൻ പോവാ. നിങ്ങൾ എഴുതി വെച്ചോണേ, ഞാൻ ഇങ്ങനെയൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ പലപ്പോഴും റിസർവ് ആയിരിക്കാൻ എനിക്കിഷ്ടം. എനിക്കങ്ങനെ പുറത്തു പബ്ലിസിറ്റി ആവാനൊന്നും അത്ര ഇഷ്ടമല്ല. എനിക്ക് പരസ്യപ്പെടുത്താൻ ഇഷ്ടമല്ല. അതാണ് എൻ്റെ മനോഭാവം. ഇതുവരെ എങ്ങനെയാ? ചില ആളുകൾ ചോദിക്കും, ബ്രദർ അടിപൊളിയായിട്ട് പാട്ടുണ്ടാക്കിയത് അത് അതിനോടുള്ള സംഭവത്തിൽ മാത്രമോ? പക്ഷെ അല്ലെങ്കിൽ എനിക്ക് റിസർവ് ആയിരിക്കുന്ന കൂടുതൽ ഇഷ്ടം. മനോഭാവം അങ്ങനെയാ. സ്വർഗനോട് പറഞ്ഞു, ജൂൺ ജൂലൈ ഞാൻ നിന്നെ ലോകരാജ്യങ്ങളിലെ ദൈവഭൃത്യന്മാരുമായി ബന്ധപ്പെടുത്താൻ പോവാം. എന്നെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഷോർട്ട് ചെയ്ത് കളഞ്ഞു. നിങ്ങൾ അറിയേണ്ടത്, ഞാൻ കണക്റ്റഡ് ആയെന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ, നമ്മൾ കണക്റ്റഡ് ആയെന്ന് ചിന്തിക്കാവൂ. നമുക്ക് ചുറ്റും ചില തെളിവുകൾ വെളിപ്പെടുകയാണ്. നമുക്ക് കാണാം ചിലതുണ്ടായി വരുന്നത്. ആ ഉണ്ടായി വരുന്നത് എന്നോടും നിന്നോടും പറയുന്നൊരു കാര്യമുണ്ട്, നീ ഒരു ശുശ്രൂഷ ഗണത്തിലേക്ക് കയറാൻ പോകുന്നു. എഴുന്നേറ്റ് നിന്നും തുള്ളിച്ചാടി ഒരു ആമേൻ പറ. എഴുന്നേറ്റ് നിന്നും തുള്ളിച്ചാടി ഒരു ആമേൻ പറ. ഇതുവരെ രാജകീയ അഭിഷേകമാണ് ശൗലിന്റെ മേലുള്ളത്. ആ അഭിഷേകം നിന്റെ മേലുള്ള ശൗലിന്റെ മേൽ അഭിഷേകം ഉണ്ടെങ്കിലും അത് ദൈവം തെളിവുകളോടെ മാനിഫെസ്റ്റ് ചെയ്യിക്കാൻ പോവുക. സഭയുടെ മേൽ വലിയ വിളിയ ദൈവം വെച്ചത്, പക്ഷെ അത് തെളിവുകളോടെ ദൈവം ഈ ദിവസങ്ങളിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ വൈകുന്നേരം നടക്കുന്ന പ്രയറിൽ ജോയിൻ ചെയ്യണം. സാധിക്കുന്നവരൊക്കെ ജോയിൻ ചെയ്യണം. സാധിക്കുന്നവർ ഞാൻ നിങ്ങളോട് ഒരു 2-3 മണിക്കൂർ നാം മാറിയിരുന്ന് പ്രാർത്ഥിക്കണം. കാരണം വി ആർ ഗോയിങ് ടു ഫേസ് ഇതുവരെ കണ്ടതല്ല നമ്മൾ കാണാൻ പോകുന്നേ. ഞാൻ ജൂലൈ എന്നുള്ളത് ഓഗസ്റ്റ് എന്ന് മാറി പറയത്തില്ല കേട്ടോ. ഞാനൊന്നും കൂടെ പറയാം, ജൂലൈ എന്നുള്ളത് ജൂൺ, മെയ്, ജൂൺ, ജൂലൈ എന്നുള്ളത് ഓഗസ്റ്റിലേക്ക് ഞാൻ മാറി പറയത്തില്ല. അതിനു മുമ്പ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറ. It is closer to you. It is closer to you. ഇതുവരെ ഇല്ലാത്ത ചില കാര്യങ്ങൾ നിനക്ക് ചുറ്റും എഴുന്നേറ്റ് വരുന്നുവെങ്കിൽ അത് നിന്നോട് പറയുന്നത് ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടി ഞാൻ ചെയ്യുകയാണ് ഈ സീസണിൽ. ഇതുവരെ ഇല്ലാത്തത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുകയാണ്. ഇതുവരെ ഇല്ലാത്ത ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുകയാ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ആമേൻ പറ. ഇതുവരെ ഇല്ലാത്ത ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുകയാ. ഇതുവരെ ഇല്ലാത്ത ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുകയാ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നു. ഏലിയാവിനോട് ചോദിക്കാം, തീ എവിടുന്നാ വന്നത്? അവൻ പറയാൻ അറിയത്തില്ല. ആത്മമണ്ഡലത്തിൽ നിന്ന്, സ്വർഗീയ മണ്ഡലത്തിൽ നിന്ന് ഭൗമിക മണ്ഡലത്തിലേക്ക് അക്ഷരീകമായി കത്തുന്ന തീ വരുക. ആത്മലോകം ഭൗമലോകത്തെ തൊടുന്നതാ. അത് തൊടുന്നതിനേക്കാൾ മുമ്പ് ദൈവം ഈ ഭൗമലോകത്തിൽ
നിങ്ങൾക്ക് ചില തെളിവുകൾ തരും. കുറച്ച് കട്ടിയുള്ള കാര്യമോ, ഇത്ര എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒന്നും കൂടെ ഞാൻ പറയാം. ആത്മലോകം ഭൗമലോകത്തെ, ഈ ലോകത്തെ തൊടുന്നതിനേക്കാൾ മുമ്പ് ദൈവം ഈ ഭൗമിക ലോകത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ ചില തെളിവുകൾ തരും. ദർശനങ്ങളിലൂടെ, വെളിപ്പാടിലൂടെ, വചനത്തിലൂടെ. ആ തെളിവ് വരുമ്പോൾ ഒരുങ്ങിക്കോണം. ഞാൻ എവിടോ കയറി പോകാൻ പോവുകയാണെന്ന് മനസ്സിലായി ഒരുങ്ങിക്കോണം. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ കുറച്ചു ദിവസം യെരൂശലേം വിടരുത്. എൻ്റെ പിതാവിനോട് ഞാൻ കേട്ടത് നിങ്ങൾ പ്രാപിക്കുന്നത് വരെ അവിടുന്ന് നീങ്ങല്ലേ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. വേദപുസ്തകം പറയുന്ന അവർ നീങ്ങിയില്ല. They wait for it. അവർ പ്രാർത്ഥിച്ചത്, അവരാഗ്രഹിച്ചത്, അവർ പ്രതീക്ഷിച്ചത്, അതിനപ്പുറമായി ചിലതവർക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തി. ഞാൻ ചോദിച്ചത്, നീ പ്രാർത്ഥിച്ചത്, നീ ആഗ്രഹിച്ചത്, അതിനേക്കാൾ വലിയത് ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. ഈ സീസൺ നമുക്കുള്ളതാണ്. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കൈകളടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞേ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അൺക്വസ്റ്റ്യനബിൾ ആയിരിക്കും, ചോദ്യം ചെയ്യപ്പെടാത്തതായിരിക്കും, ഒരിക്കലും തെറ്റുപറ്റാത്തതായിരിക്കും. രണ്ട്, ആർക്കും കൺവിൻസ്ഡ് ആകുന്ന വിധത്തിലെ തെളിവുകളോട് കൂടെ ആയിരിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറയാോ. തെളിവുകൾ ദൈവം ആത്മീയമായിട്ടല്ല ചെയ്യുക, ഭൗതികമായിട്ടാണ്. നിങ്ങൾ ആരും കൈയടിച്ചില്ല അതിനെ. അത് സ്പിരിച്വൽ ആയിരിക്കും വെളിപ്പെടുന്നേ, പക്ഷെ ഭൗതികമായിരിക്കാൻ വെളിപ്പെടുന്നേ. ആത്മീയ കാര്യമോ, പക്ഷെ ഭൗതികമായിരിക്കാൻ വെളിപ്പെടുന്നേ. നിങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്ന ചില ആത്മാനുഭവങ്ങളും ഭൗതിക അനുഭവങ്ങളും ഒരേപോലെ ഒരു കാര്യം വിരൽ ചൂണ്ടുന്നുണ്ട്. സ്വർഗം എന്തോ ചെയ്യാൻ പോകുന്നു. സ്വർഗം എന്തോ ചെയ്യാൻ പോകുന്നു. സ്വർഗം എന്തോ ചെയ്യാൻ പോകുന്നു. ഈ പകൽ അസാധാരണമായൊരു അഭിഷേകത്തിന്റെ പകർച്ചയുണ്ടാകട്ടെ. യേശു ജനിക്കുമ്പോ ആട്ടിടയന്മാര് ശബ്ദം കേൾക്കുക, ദൂതന്മാരുടെ ആ ശബ്ദം. അവരുടെ ദൂതന്മാർ പറയുന്നതാ, നിനക്കൊരു തെളിവ് ഈ ഭൗമിക ലോകത്തിൽ തരാം. ശീലയിൽ പൊതിഞ്ഞ് ഒരു കൊച്ചിനെ കാണാം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആത്മീയമായി ദൈവം എന്തെങ്കിലും ഇടപെട്ടാൽ അത് ഭൗതികമായി കാണുന്ന വിധത്തിൽ ദൈവം ചിലത് ചെയ്യാൻ പോവുക. ആ പ്രിപ്പറേഷനെ തിരിച്ചറിയുന്ന ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ സീസണിലേക്ക് കടന്നിരിക്കുക. നിങ്ങൾ ഈ സീസണിലേക്ക് വന്നിരിക്കുക. ദൈവത്തിൻ്റെ ശബ്ദത്തെ കേൾക്കുന്ന ഒരാൾക്ക് ആ ചെറിയ ചലനത്തെ പോലും മനസ്സിലാക്കാൻ കഴിയും. ഈ കാലയളവിൽ കർത്താവ് എന്താണ് ചെയ്യാൻ പോകുന്നത്, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്, കർത്താവിൻ്റെ ഹൃദയം എന്നോട് എന്താണ് സംസാരിക്കുന്നത്, അതിനെ തിരിച്ചറിഞ്ഞാട്ടെ. ദൈവരാജ്യത്തിൻ്റെ വേലയുടെ ഭാഗമായാട്ടെ. കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്ന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ മനസ്സിലാക്കി ആ വേലയോടൊപ്പമായിരുന്നാട്ടെ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, വലിയ നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമുക്കിനിയും ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദറെ, പാലക്കാട് ചർച്ചിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലീഡറാണ്. സിസ്റ്ററുടെ പേര് നിഷാന. സിസ്റ്ററുടെ മോൻ ആദിത്യനുണ്ടായ ഒരു അനുഭവമായിട്ട്, സാക്ഷ്യവുമായിട്ടാണ് ആ കുഞ്ഞിനുണ്ടായ സാക്ഷ്യം. ഈ കുഞ്ഞിന് ഇപ്പം 3.25 വയസ്സുണ്ട്. ഈ കുഞ്ഞ് ജനിച്ച അന്ന് മുതൽ ഈ കുഞ്ഞിന് പനിയും ചുമയുമായി ഭാരപ്പെടുമായിരുന്നു. എല്ലാ ആഴ്ചകളിലും ആദ്യം ചുമ വരും, അതിനെ തുടർന്ന് പനി വരും. 4 ദിവസത്തോളം ആ പനി നീണ്ടു നിൽക്കുമായിരുന്നു. അവരൊത്തിരി ഡോക്ടേഴ്സിനെ കാണിച്ചു, മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഡിസംബർ മാസത്തിൽ അവർ വേറൊരു സാക്ഷ്യവുമായി നമ്മുടെ മീറ്റിങ്ങിൽ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ബ്രദർ അങ്ങോട്ട് അവരോട് പറഞ്ഞു, ഈ കുഞ്ഞ് ഒരു അലർജിയാൽ ഭാരപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ ആ വിഷയം ബ്രദറിനോട് പറഞ്ഞു.
അന്ന് ബ്രദർ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇന്നേ വരെ ആ കുഞ്ഞിന് ചുമയോ പനിയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ 6 മാസമായിട്ട് ഒരു ചുമയില്ല, ഒരു കുഴപ്പവുമില്ല. എല്ലാ മാസവും വരുവാനെ. എല്ലാ മാസവും ചുമയാണ് ആദ്യം വരിക. വന്നു കഴിഞ്ഞതും പിന്നെ പനിയായിരിക്കും. ആൾക്ക് പനി വന്നു കഴിഞ്ഞാൽ മൂക്കടപ്പും ശ്വാസം മുട്ടലായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടത്തിലാണ്. അപ്പോൾ മാറി 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 ഇങ്ങനെ ഇത് ചെയ്യും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രദർ അന്ന് ഞാൻ ഈ കുഞ്ഞിനെ ലഭിച്ച സാക്ഷ്യം പറയാനായിട്ട് കുഴൽമന്നം മീറ്റിങ്ങിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത് പറയാനായി നിൽക്കുമ്പോൾ ബ്രദർ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു കുഞ്ഞിനൊരു അലർജി ഉണ്ട്. അപ്പോൾ ബ്രദർ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇല്ല, കുഞ്ഞിന് മരുന്ന് കൊടുത്തിട്ട് വന്നതാണ് ബ്രദറെ, പനി വരണം. അപ്പൊ ഇന്ന് പനിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇന്ന് വരയ്ക്ക് കർത്താവ് ചെയ്ത നന്മയ്ക്ക് നന്ദി പറയാം. കർത്താവ് ചെയ്ത നന്മയ്ക്ക് നന്ദി പറയാം. കർത്താവ് നിന്റെ മകളുടെ കൈകളെ അനേക രോഗികളെ സൗഖ്യമാക്കാനായി പ്രയോജനപ്പെടുത്തിയ നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന ഈ സിസ്റ്റർ അനേകരെ സൗഖ്യമാക്കി വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. ഒന്ന് കൈയടിച്ചൊരു ആമീൻ പറഞ്ഞേ. നിന്റെ മകളെ അതിനായി പ്രയോജനപ്പെടുത്തുന്നത് നന്ദി. അപ്പൊ ബ്രദറെ, ഈ മോന്റെ പേര് പ്രജിൻ എന്നാണ്. പ്രജിൻ പനവിള എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അലർജിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് കാരണം രാവിലെ എണീക്കുമ്പോൾ എന്നും തുമ്മലുണ്ടായിരുന്നു, ശ്വാസമുട്ടലും ഉണ്ടായിരുന്നു. എപ്പോഴും ഇൻഹേലർ ഉപയോഗിച്ചിട്ട് അവൻ എണീക്കുന്നത് തന്നെ. എന്നാൽ ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. 2 ആഴ്ച കൊണ്ട് ഇൻഹേലർ ഉപയോഗിക്കുന്നില്ല, ശ്വാസമുട്ടില്ല. കൈയടിച്ചു രാമേൻ പറഞ്ഞേ. ഇത് ശരിയാണോ? ഇൻഹേലർ ഉപയോഗിക്കുന്നില്ലേ? ഇല്ല. മാറിയോ? പൂർണ്ണമായിട്ട് പോയോ? ശ്വാസം മുട്ടലില്ലേ? ഇല്ല. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. മിറക്കിൾ സൺഡേ കൊല്ലത്ത് സെപ്റ്റംബർ 22 രാവിലെ 8 മണി മുതൽ. സ്ഥലം സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ അഞ്ചലിലും പാറശാലയിലും സെപ്റ്റംബർ 29 രാവിലെ 8:30 മുതൽ ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ അഞ്ചൽ. വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം പാറശാല. ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾക്കായി നന്ദി പറയാം. ആമേൻ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവൻ നമ്മെ ഉറപ്പിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നിങ്ങളുടെ വീടുകളിൽ അതെന്നും അനുഭവിച്ചാട്ടെ. ആമേൻ. നിങ്ങളുടെ കുടുംബങ്ങളിലായിരിക്കുന്ന പ്രശ്നങ്ങളിൽ കർത്താവിൻ്റെ കരുത്തെ ആമേൻ അതിനെ ഒന്ന്, ആ പ്രവൃത്തിയെ ഒന്ന് കണ്ടാട്ടെ. ഹല്ലേലൂയ. ഏത് പ്രശ്നമാണെങ്കിലും സോൾവ് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുന്ന ഏത് കാര്യമാണെങ്കിലും അവിടെ കർത്താവിൻ്റെ കരത്തിന് ഇടമുണ്ടാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സകല ഭാരവും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്താട്ടെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് കൈകൾ വെച്ചാട്ടെ. വിശ്വാസത്തിന് അത്ഭുതത്തെ കൊണ്ടുവരാനായി കഴിയും. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പാ, വിശ്വാസത്തിന് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ജീവിതത്തിൽ കൊണ്ടുവരുവാനായി കഴിയും. അപ്പോൾ രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ, രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. എനിക്കൊരു കാഴ്ച കാണാം. കർത്താവിനോട് പറയുന്നത്, സ്കിന്നിൽ പല ഭാഗത്തും വിണ്ട് കീറുന്നത് പോലെ പ്രയാസത്തോടായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അതേപോലെ ശരീരത്തിൽ കുരുക്കളും വരുന്നുണ്ട്. ആ വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. കർത്താവെ, അവിടുത്തെ സൗഖ്യത്തിനായി നന്ദി പറയുന്നു കർത്താവെ. അവിടുത്തെ സൗഖ്യത്തിനായി നന്ദി പറയുന്നു കർത്താവെ. അതേപോലെ അടുക്കൽ താമസിക്കുന്ന ഒരു വ്യക്തി, കായലോ മറ്റോ ആണ്, അതിനോട് ചേർന്നിട്ടുള്ള കക്കയിറച്ചിയാണോ അതോ ഫിഷുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു കുടുംബത്തെ കർത്താവ് തൊടുന്നത് കാണാം. ഹല്ലേലൂയ. നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ആ വീട്ടിലായിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ അപ്പാ. വലിയ സന്തോഷം ആ വീട്ടിലുണ്ടാകട്ടെ കർത്താവേ. വലിയ ആർത്തുല്ലസിച്ചുള്ള ഘോഷം ആ വീട്ടിലുണ്ടാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതേപോലെ പഠിക്കുന്ന ഒരു മോളെ എനിക്ക് കാണാം. പഠിക്കുന്നതെന്ന് പറയുമ്പോൾ 20 വയസ്സിന് മേളിലായി. എന്നാൽ ആ വ്യക്തിക്ക് ചില ഡിപ്രഷനുണ്ട്. ആ ഡിപ്രഷനിലൂടെയാണ് പോകുന്നത്. ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ പ്രയാസത്തോടായിരിക്കുന്ന ആ കുടുംബത്തെ കർത്താവ് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ. എല്ലാ ഇരുട്ടിൻ്റെ ബലങ്ങളും ഉടയട്ടെ അപ്പാ. എല്ലാ ഇരുട്ടിൻ്റെ ബലങ്ങളും ഉടയട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തലമുറകളിൽ നിന്ന് വന്നുപോയ എല്ലാ ശാപത്തിൻ്റെ പ്രവൃത്തികളും അഴിയട്ടെ അപ്പാ.
താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അപ്പോൾ എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളും ദൈവപ്രവൃത്തി അനുഭവിക്കട്ടെ, ദൈവപ്രവൃത്തി അനുഭവിക്കട്ടെ. സാമ്പത്തിക മേഖലയിൽ തകർച്ച അനുഭവിക്കുന്നവർ കർത്താവേ വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് വരട്ടെ അപ്പാ, വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് വരട്ടെ അപ്പാ. ദൈവജനത്തിൻ്റെ ബലമുള്ളിലുണ്ടാകട്ടെ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവിൻ്റെ നിറവിലായിരിക്കാം, സമൃദ്ധിയിലായിരിക്കാം, ആ സ്നേഹത്തിൽ നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.